ഇപ്പം എൻ്റെ പുതിയൊരു സംഭവമാണ്, വെറുതെ നിൽക്കുമ്പോഴും ഇങ്ങനെ ഈ ഡീഫോൾട്ടായിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. ഫുഡ് കഴിക്കുക ഉറങ്ങുക എന്നൊക്കെ പറയണ പോലെ ഇപ്പോൾ ഇതൊരു ശീലമായി തോന്നുന്നു. ഹലോ ഗായ്സ്, ഹായ്. ഇപ്പോൾ നല്ല കാറ്റുണ്ടെന്ന് ഞാൻ പറയുന്നതൊക്കെ കാറ്റത്ത് പറന്നു പോകുന്നുണ്ടാവും. കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കണ്ണടയൊക്കെ വെച്ച് നിൽക്കുന്നത്, വെയിലുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണട എടുത്ത് വെച്ചേ. എന്ത് ഭംഗിയാണ് കാണാൻ സ്കൈ ഒക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യം തന്നെ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്, ഒരു 2 days സ്റ്റേക്കേഷൻ വിത്ത് അഫ്കോഴ്സ് നമ്മുടെ ന്യൂസിലാൻഡ് ഫാമിലിയുടെ കൂടെ. ഭീകര കാറ്റ്. അപ്പോൾ ഞാനിതിവിടെ പെട്ടിക്കിടക്കൊക്കെ ആയിട്ട് ഇതിവിടെ പെട്ടിയുണ്ട്, ഇവിടെ ഒരു പെട്ടിയുണ്ട്. പെട്ടിയൊക്കെ കാറ്റത്ത് പറന്നു പോകാനിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാലുകൊണ്ട് തള്ളി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടിയൊക്കെ ഇട്ട്, പെട്ടിയുണ്ട്, കുട്ടിയുണ്ട്, കീയുണ്ട്, എല്ലാമായിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. സോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ കാറിനോട് ചിരിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഈ നാട്ടു റോട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് സംസാരിക്കാനായിട്ട് ആരായാലും ചിരിച്ചു. സോ പറഞ്ഞു വന്നത്, ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്, ഒരു സ്റ്റേക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഫാങ്കറെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു നമ്മുടെ മാത്രം പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പതുക്കെ കാണിക്കാം. അതൊരു 2 days സ്റ്റേക്കേഷനാണ്. മേ ബി അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. കാരണം ഇനി റോട്ടിൽ നിന്ന് സംസാരിച്ചില്ല, ചിലപ്പോൾ ശരിയാവില്ല. സോ എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റേക്കേഷനിൽ എത്തിയിട്ട് കാണാം. സ്റ്റേക്കേഷൻ എങ്ങനെ ഈവനിങ് ആവുമായിരിക്കും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. ഉച്ചയ്ക്ക് ഇറങ്ങി, എൻ്റെ പൊന്നെ ഞാൻ പറക്കണോ. അപ്പോൾ ഈവനിങ് ആവുമായിരിക്കും. അപ്പോൾ ലൈറ്റൊക്കെ അനുസരിച്ചിട്ട് ഒന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റേ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നമ്മുടെ യാത്രയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്ത് ഭംഗിയാണ് സ്കൈ കാണാൻ നോക്കൂ. ന്യൂസിലാൻഡിനെ കൺട്രി ഓഫ് ക്ലൗഡ്സ് എന്നും പറയും. കാരണം ഇത്രയും ഭംഗിയുള്ള ക്ലൗഡ്സ് കണ്ടാൽ പിന്നെ അങ്ങനെ പറയാണ്ടിരിക്കുമോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ 2.5-3 മണിക്കൂർ കൂട്ടിക്കോളൂ. 3 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലോങ് ഡ്രൈവ് തന്നെയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഭംഗിയുള്ള നല്ല മരങ്ങളും മേടുകളും ആകാശമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല വെതറാണ് ഇനി 2 ദിവസത്തേക്ക്. ഇവിടെ സമ്മറൊക്കെ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യാം. ഒരു ബീച്ച് സ്റ്റേക്കേഷൻ ആയിക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോകുന്നതാണ് എല്ലാവരും. എന്തായാലും ഈ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. നമ്മളിപ്പോൾ ഇത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു മലമുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5:15 കഴിഞ്ഞു. അവിടെ എത്തുമ്പോൾ ഒരു 7 മണിയാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ലൈറ്റായിട്ടാണ് ഇരുട്ടാവുന്നത്. നോക്കാം ചെന്നിട്ട് എങ്ങനെയായിരിക്കുന്നത്. അപ്പം ജിത്തുണ്ട്, ഞാനുണ്ട്, ഞങ്ങളിത് ഇങ്ങനെ ഇപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കും. ഇനി അധികം സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ചിലപ്പോൾ വാള് വയ്ക്കും. അതുകൊണ്ട് ഞാൻ പതുക്കെ കാണാം. നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്താറായി. ജസ്റ്റ് ഒരു 4-5 minutes ഉള്ളൂ. പോണ വഴിക്കപ്പോൾ ഒരു അടിപൊളി ഒരു സ്ഥലം കണ്ടു, നല്ല രസം. അയ്യോ, ഇത് കണ്ടോ, സൺസെറ്റൊക്കെ ആവാറായിട്ട്. സൺസെറ്റ് ആവാൻ പോകുന്നുണ്ട്. ഇവിടെ നല്ല ഇങ്ങനെ അവിടെ ഇരിക്കാനൊക്കെ കണ്ടോ സ്ഥലം. പിന്നെ ഇങ്ങനെ ഇത് കണ്ടോ, നല്ല രസം കാണാൻ. നല്ലൊരു നല്ല കാറ്റും നല്ലൊരു തണുപ്പൊക്കെ ആയിട്ടൊരു നല്ല കാറ്റ്. ഇവിടെ ഇപ്പം നല്ല ചൂടും ഉണ്ട് ഈ വെയിലിന്, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷൻ. അപ്പം ഞങ്ങൾ ഓർത്തു ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് ഇതൊക്കെ കണ്ട് വരാമെന്ന്. കണ്ടോ,
4 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ, പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാത്ത ജിതിനെ പിടിച്ചു വലിച്ച് ഇറക്കി വീഡിയോ എടുക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിത് കഴിഞ്ഞ് നേരെ സ്റ്റേയിലോട്ട് പോവാണ്. സ്റ്റേയിലെത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉഷാറ് കാണാം എല്ലാവരുടെയും. എന്താ ഭക്ഷണത്തിന്റെ അടിപൊളി എന്ന് പറയും? കാണിക്കാം അടിപൊളി. അയ്യോ സൂപ്പർ. ലിജോ ചേട്ടനാണ്, ലിജോ ചേട്ടൻ സൂപ്പർ, അടിപൊളി. അടിപൊളി അല്ലേ? നൈസ്. പിള്ളേഴ്സ് ഹലോ, ഹായ് ഹായ്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലം. ഇപ്പൊ ഞങ്ങള് ഫോട്ടോയില് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, എവരിബഡി കം ഓൺ. അപ്പൊ ഇതാണ് എൻട്രൻസ്. ജിതിനാണ് വീഡിയോ എടുത്തു തരുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊരു വലിയ ബെഡ്റൂം. പിന്നെ ഇതിനകത്ത് ഇവിടെ അങ്ങനെ ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വാഷ്റൂമാണ്. ഒരു വാഷ്റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ കുളിക്കാനൊക്കെ ഉണ്ട്, ഇവിടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ നിതിൻ ചേട്ടനാ. അതെ, നിതിൻ ചേട്ടന് പിള്ളേ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫുൾ ഗ്ലാസ് ഓപ്പൺ ആയിട്ട് ഒരു വ്യൂ ഉണ്ട്. ഫുൾ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫുൾ അടിപൊളിയായിട്ടില്ലേ? അത് നേരെ കാണുന്നത് കടലാണേ, കടലും. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് ഫുള്ള് ഈ ഏരിയ ഫുള്ള് നമുക്ക് തന്നെ. പിന്നെ ഇത് നമ്മുടെ ഒരു ലിവിങ് ഏരിയ പോലത്തെ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ക്യാമറമാന് രണ്ടും കൂടെ വരണേ, എന്നാലേ കിട്ടുള്ളൂ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് കൊള്ളാലോ, നല്ല ബെഡ്റൂം. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓപ്പൺ ഏരിയ ആണ്. ഇനി നമുക്ക് താഴെ പോവാം. എന്താ താഴെ നോക്കാം. ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട്, അവിടെ നമ്മുടെ കിച്ചൺ. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഹലോ ക്യാമറമാനോ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, ഇവിടെ റൂമുണ്ട്, ഇവിടെ റൂമുണ്ട്. പിന്നെ ഇതെന്തോ ലോക്ക്ഡാണ്. ഇവിടെ ബാത്റൂമാണ്. ഇവിടെ ഒരു ഒന്ന് വരുമോ ക്യാമറമാനൊക്കെ? വരുന്നില്ല കേട്ടോ, സ്പീഡ് പോരാ ക്യാമറമാനോന്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. നിന്റെ അടുത്ത് നോക്കാൻ ജിതിന് എത്തിച്ചു നോക്കിട്ട് പോണു. എടാ നിന്റെ അടുത്ത് ക്യാമറ നോക്കാനാ പറഞ്ഞേ. ഇനി ഞാൻ എടുക്കാം വീഡിയോ. ബീച്ചിക്ക് പോവാൻ പോവാണ്. അമ്പാൻ. അതെ. ഓ അടിപൊളി സ്റ്റെപ്പ്. അമ്പാനെ ഒരു ഹായ് പറയൂ. എല്ലാവർക്കും ഇപ്പൊ ഒരു നീരജയുടെ ഒരു ഇതായിരുന്നു ഹായ് പറയലും ഒക്കെ. കണ്ടോ, എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഞാൻ തോറ്റു എന്നെക്കൊണ്ട്. ഓ വാവ്. നമ്മൾ രാവിലെ എനിക്കുവാ നാളെ. നമുക്ക് സൺറൈസ് കാണാം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ 6 മണിക്കൊക്കെ എനിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ പിന്നെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നേരത്തെ ഉറങ്ങാൻ പറ്റില്ലേ? ഈ കാടി കൊള്ളാണ്ടോ? അൺഫിൽറ്റർഡ് വിത്ത് നീരൂല് നോക്കിക്കഴിഞ്ഞാൽ നീരജയുടെ മുഖം മാത്രമേ ഉണ്ടാവുള്ളൂ, വ്യൂ ഒന്നുമില്ല. പിന്നെ എന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ, അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഈ ചാനൽ തുറന്നു. അത് കാണുന്നവര് കണ്ടാ മതി.
ഇത് ഈ കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് ഇത് ഇവിടെയായിരിക്കും നമ്മുടെ ഫുൾ പരിപാടികളെല്ലാം. ഇതിപ്പോൾ സമയം രാത്രി ഒരു 8 മണിയായി കാണും. സണ്ണൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ ആളുടെ സ്വഭാവം? വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നൊക്കെ ഇതേ പോണു. ഇങ്ങോട്ടാ പോണേ? ഒട്ടും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സമ്മറൊക്കെ തുടങ്ങിയെന്ന്. പക്ഷെ ആ മുങ്ങൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണെന്ന്. ഇവിടെ എത്ര സമ്മറായാലും എന്ത് വിൻ്റർ ആണെങ്കിലും വെള്ളമൊക്കെ നന്നായി തണുത്ത് വിറച്ചിട്ട് തന്നെ ഇരിക്കുക. ഡൈനോസർ ആയിട്ട് ഇങ്ങനെ വാ, ഇങ്ങനെ വാ. അപ്പം എന്തായാലും ഇന്ന് വന്ന ദിവസമല്ലേ, അധികം പരിപാടികളൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് റെസ്റ്റിംഗ് ഡേ ആണെന്ന്. നമ്മളങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചു. പിന്നെ നേരെ അങ്ങ് കയറി വന്നു. കാരണം ഇരുട്ടായി, ഇനി അധികം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളിത് പിള്ളേരുടെ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. TV കാണുന്നു, ഗെയിംസ് കളിക്കുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിരുന്നു. ബാക്കിയുള്ളവർ ഇതേ കിച്ചണിലുണ്ട്, അവരുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ജിതിന് പഠിക്കേ പറ, വാതർന്ന് പറ. പറ, വാതർന്ന് പറ. എന്തേലും ഇനി മിണ്ടില്ല. ഞങ്ങൾ ഈ എല്ലാ മാസവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായില്ലേ? എല്ലാവരും കൂടി അങ്ങ് കൂടുമ്പോൾ ഭയങ്കര ഒരു രസമാണത്. കളിയും ചിരിയും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും വല്ലാത്തൊരു സന്തോഷമാണ്. എന്തായാലും ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ നമുക്ക് വയറും നിറയ്ക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഡിന്നർ പ്രിപ്പറേഷനിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ കുക്ക് സ്വാഭാവികം ജിതിൻ തന്നെയാണ്. നമ്മളെല്ലാവരും അസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ രാത്രി ഡിന്നറായിട്ട് നമ്മൾ കുറച്ച് ഗ്രില്ല് ചെയ്യാമെന്ന് ഓർത്തു. പനീറും പിന്നെ അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടു. ദീപു അലീന ഇതിപ്പോൾ എത്തിയുള്ളൂ. രാത്രി 10 മണിയൊക്കെ ആയിട്ടാണ് ഇവരെത്തുന്നത്. അലീനയുടെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് എത്താൻ കുറച്ച് ലേറ്റായി എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, ഇവിടെ സമയം എത്രയായിരുന്നോ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ ഒരു അന്തവും ഇല്ലാതെയായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലത്തിന് ശേഷമാണ്, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അധികം ട്രാവലൊന്നും ചെയ്യണ്ട, എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരിക്കാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുറേ നേരം സംസാരിക്കാം, കളിയാക്കാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ്റെ വേറൊരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പിള്ളേർ സെറ്റൊക്കെ കഴിക്കാൻ തുടങ്ങി. ജിതിൻ ചിരിക്കുന്നില്ല, അനങ്ങുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ഈ വീഡിയോ. ഈ കടന്ന് കളിക്കുന്നതും തുള്ളതും ജിതിൻ തന്നെയാണ്. ഇവിടെ ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുന്നത് ജിതിൻ അറിയാത്തതുകൊണ്ടാണ് ജിതിൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്ളോഗ് പുറത്തു വന്നതിന് ശേഷം ഞാൻ ജീവനോടുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മളുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. സത്യം പറഞ്ഞാൽ എത്ര മണിക്കാണ് എല്ലാവരും പോയി കിടന്നുറങ്ങി, ആരൊക്കെ പോയി എപ്പോൾ കിടന്നുറങ്ങിയെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഗുഡ് മോർണിംഗ്. ഇവിടെ രണ്ടുപേര് കെട്ടിപ്പിടിച്ചിരിക്കും. സ്നേഹം. നമ്മളിപ്പോൾ രാവിലെ എണീറ്റു. ഇനി ഇന്നത്തെ കലാപരിപാടികൾ. ഇന്നൊരു ഫുൾ ഡേ നമ്മളിവിടെ ഉണ്ട്. നല്ല അടിപൊളി സണ്ണി ഡേ ആണ്. ബീച്ചുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാക്കി കാണാം. നിങ്ങൾക്ക് അറിയില്ല എൻ്റെ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് അറിയാം അതൊക്കെ. ഇന്നലെ മറ്റേ എല്ലാരും ഇവളായിരുന്നു, ഈശ്വര കുട്ടിക്ക് എന്റെ സ്വഭാവം കിട്ടണേ.
രാവിലെ സൺറൈസ് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. സത്യം പറഞ്ഞാൽ എപ്പോഴാണ് കിടന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും സൺറൈസിനൊന്നും എനിക്ക് എണീക്കാൻ പറ്റിയില്ല. സൺറൈസ് ഒന്നും നടന്നില്ലെങ്കിലും രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. ഈ അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ട് സന്തോഷിച്ച് അവിടെ ഇരുന്നു. പിന്നെ അങ്ങ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ലൈറ്റായിട്ട് കുറച്ച് ബ്രെഡും ഓംലേറ്റും പിന്നെ ഒരു കപ്പ് കോഫിയും ഉണ്ടാകും, ടീയും ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് ഫിഷിങ്ങിനാണ്. പണ്ട് മഴക്കാലത്ത് വീടിൻ്റെ മുന്നിലുള്ള ചാലിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു മീൻ പിടിക്കുന്ന എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയില്ല. ചൂണ്ട എന്താണെന്ന് അറിയാമെന്നല്ലാതെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇതൊക്കെ അറിയുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. എന്തായാലും ഈ കടലിലുള്ള എല്ലാ മീനിൽ നിന്ന് പിടിച്ചിട്ട് അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഞങ്ങൾ. എന്താ കമ്മിറ്റ്മെന്റ്? പാവം കൊച്ചിനെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ലിജോന്റെ ആ ഒരു ത്രെഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ദൂരെ മാറിപ്പോകുന്ന ഫിഷ് വരെ പറന്ന് കളർ കണ്ടിട്ടില്ല. ഇവരൊക്കെ ഈ പണിയെടുക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മീൻ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കുറേ പണിയുണ്ട് അതിന് മുന്നേ. അതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് മീനൊക്കെ പിടിക്കാൻ പോകാന്നുള്ളത്. ഞാൻ വിചാരിച്ചു ചുമ്മാ അങ്ങ് പോയി ചൂണ്ടിട്ടാൽ നമുക്ക് മീൻ കിട്ടും എന്നുള്ളതായിരുന്നു. എന്തായാലും ഇത്രയും പണിയെടുത്തതിനൊക്കെ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ ഇല്ലയെന്ന് നമുക്ക് അറിയണ്ടേ. ലിജോ ചേട്ടാ നോക്കട്ടെ. കാരുണ്ട് കുഞ്ഞു ചൂണ്ട കാണിക്ക്, ഇങ്ങനെ കാണിക്കേ, പൊക്കി കാണിക്കേ, ഏന്ന് പറ. ബൈ. ഞങ്ങളപ്പോ ദേ ചൂണ്ടിടാൻ പോവുകയാണ്. ഇതേ ചൂണ്ടൊക്കെ കൊണ്ടുപോവാണ്. ദീപു അലീനി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കാം. അവരും കൂടിയേ ഉള്ളൂ, പിന്നെ ഹർഷയും കണ്ണായിട്ടു. അപ്പോ എന്റെ കയ്യിൽ ചൂണ്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് പിടിച്ച് സംസാരിക്കാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോ ഇനി ചൂണ്ടിടണോടുത്ത് ഞാൻ ആദ്യമായിട്ട് ചൂണ്ടിടാൻ പോണേ. എന്തായാലും ചൂണ്ടിട്ടിട്ട് കാണാം. ഇത് ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. കുഞ്ഞിട്ടാ സൂക്ഷിച്ച് സൂക്ഷിച്ച്, എന്റെ പൊന്നെ, കാട്ടിക്കൂടിയൊക്കെയാണല്ലോ നീ ഇങ്ങനെ ഓടി നടക്കണേ. ബാ എൻ്റെ കൂടെ വാ. നീ ഇത്ര ഫാസ്റ്റിൽ പോയാൽ ആൻറ്റിക്ക് നടക്കാൻ പറ്റില്ല. വീഴല്ലേ. അവിടെ അവരെല്ലാവരും അങ്ങോട്ട് മീൻ പിടിക്കാൻ അങ്ങ് പോകുന്നുണ്ട്. വയസ്സായിട്ടോ, ഞാനൊന്നും അവിടെ എത്തുന്നില്ല. അവനത് അവിടെ എവിടെയോ എത്തി. അവനവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. എനിക്ക് അവനെ കാണുകൂടിയില്ല. ഇവിടെ എവിടെയോ ദേ പോണു, ഉരുണ്ട് പോണുണ്ടോ അതീ കൂടെ. പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നത്. നല്ല മൊന്തിയും കാടും പടലൊക്കെ ഉണ്ട്. അമ്മീ ഇതേ നമുക്കിവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് കയാക്കിങ്ങിന് പോവാം. നോക്ക് എന്ത് രസാ. അതെ ബീച്ചിലെത്തി. ഇനി നമുക്ക് അങ്ങ് പോണത് അവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങ് പോവാം. ഈ പാറയമേ കൂടെ ഒക്കെ അങ്ങ് പോവണം. ഇപ്പൊ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ എനിക്ക്. അമ്മ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കേറും ഇവിടുന്ന്. ഞാൻ ഒന്ന് കേറട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇങ്ങനെ കേറി നല്ല കാറ്റുണ്ട്. എനിക്കറിയില്ല ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടോന്ന്. ഇതേ ഈ പാറയും വെള്ളം ഒരുതരം പാറ. ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല പാറയില്ല, അതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ നല്ല രസം കാണാൻ. ഇവിടുത്തെ കുറച്ച് ഇത് കാണിച്ചേ, വെള്ളത്തിലെ ചെടികൾ കണ്ടോ. അവരവിടെ എത്തി. ഞാനിനി അവിടെ എത്തണം.
കാണുന്ന പോലെ അവരടുത്തല്ല, കുറച്ചും കൂടി അങ്ങ് പോണം. എത്രയും ദൂരം ഞാൻ നടന്നു വന്നു. നമ്മളിത് ആ മോളിൽ നിന്ന് ആ കാണുന്ന വീടിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഈ കാണുന്ന വീട് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഇപ്പോൾ ഇത് ഇവിടെ എത്തി. ഇതെന്താ ബെയിറ്റ് വെക്കുക? ഓ ഇതെന്താ ഫിഷോ? ഇത്രയൊക്കെ കെട്ടണം? ഇത് കൊള്ളാണോ? എനിക്ക് തൊപ്പി കൊള്ളാം. നീ ഇങ്ങോട്ട് വരുമോ? അമ്മേ വള്ളിയൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. ആ സൈഡിലാണ് പോയത്, കണ്ടില്ല? അവിടെ ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പോ വരുമ്പോ സ്നാപ്പർ വരും അതിന്റെ കൂടെ. സ്നാപ്പർ കാത്തിരിക്കാം. വരുമ്പോ വരഞ്ഞു വെച്ചോന്നില്ലേ? ആ ഭയോ നീയൊക്കെ ഇങ്ങനെ വെറുതെ ഒരു മീനെങ്കിലും പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നെ വെളുത്തടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്ത കളഞ്ഞോ നീ? കുഞ്ഞൊരു മീൻ കിട്ടി. അപ്പൊ ഞങ്ങൾ ആദ്യം എന്താ അതിന് പറയാ ബെയ്റ്റ് മറ്റേ ആദ്യം ചൂണ്ടിട്ട് കൊടുത്ത് ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഇനി. വായോ. ഓ കഠിനമായ വഴികളാണ് ഇതൊക്കെ. ഇവിടുന്ന് ചാടിക്കെടുക്കണം അങ്ങോട്ടേക്ക്. ചാടട്ടെ ഞാൻ. മൗണ്ടൻ കയറി കാണാം. ഇങ്ങനെ ജീവിച്ചായിരുന്നു എന്നൊക്കെ. അതെ ദൈവത്തിനറിയാം.
പേടിച്ചിട്ടാണ് ഇത് വല്ല കഴിക്കാൻ കൊള്ളാവുന്ന മീനാണോ? നമുക്കത് അങ്ങനെ 2 മീൻ കിട്ടിയിട്ടുണ്ട്. റെമോൾ ചേച്ചി 2 മീൻ പിടിച്ചു തന്നിട്ടുണ്ട്. കുപ്പിരിപ്പുണ്ടേ പുറകില്. ഹലോ followers. Hello. Hello guys. Hello guys. ഞങ്ങൾ ഇവിടെ ചെമ്മീനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തോ മുള്ളുള്ള എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. പേര് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ മീൻപിടുത്തം അതിസാഹസികമായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അധികം മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. ചൂണ്ടയിടുന്നതൊക്കെ കാറ്റത്ത് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടാണ്ടായി. പിന്നെ അതുകൂടാതെ നമുക്ക് ആകെ 2 മീനാ കിട്ടി. എന്തോ ആ വഴിക്ക് റൊമാൻസ് ചെയ്യാൻ വന്ന 2 മീനാ തോന്നുന്നു. അതിനെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ കയറിപ്പോന്നു. കാരണം അത്യാവശ്യം വേവ്സ് വരാൻ തുടങ്ങി, കടൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം അവിടെ നിന്നാൽ ഞങ്ങൾ ചിലപ്പോൾ അവിടെ പെട്ടുപോകും. അപ്പോൾ തിരിച്ച് കയറി ഞങ്ങളിതേ കരയിലെത്തിയിട്ടുണ്ട്. കരയിലെത്തിയപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പിള്ളേരൊന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ശരി കുറച്ച് നേരം ഇവിടെ നിന്ന് ഇനി നമുക്ക് കുറച്ച് നേരം കളിക്കാം, ഒന്ന് കടലിലൊക്കെ ഇറങ്ങിയിട്ട്. അതുകൂടാതെ ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് ഓർത്തു. നമ്മുടെ മീൻ ഇതെന്തോ ഇത് കൊഞ്ചിഞ്ഞാല് പ്രൗഡ് ഇഷക്കുട്ടി. മണ്ണ് വേണ്ട. എല്ലാവരും കടലിലിറങ്ങി കളിക്കുന്നുണ്ട്. ഞാൻ കടലിലൊന്നും ഇറങ്ങാൻ പോയില്ല. കാരണം എനിക്ക് കടലിൽ ഇറങ്ങുന്നേക്കാട്ടിലും അവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ കടലിൻ്റെ തീരത്തിരുന്ന് ആ കടലും ആ സ്കൈയും അതുപോലെ ഈ മണലൊക്കെ ഇങ്ങനെ വാരി കളിക്കുന്നതൊക്കെ എനിക്കിഷ്ടം. ന്യൂസിലാൻഡിൽ ഇഷ്ടംപോലെ കടലുകളുണ്ടെങ്കിലും ഇതുപോലെ വേവ്സും അതുപോലെ നല്ല ടൈഡുള്ള കടൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ കുറച്ച് നമുക്കിങ്ങനെ ഈ ബീച്ച് വൈബൊക്കെ കിട്ടുന്ന കടലുകൾ ഭയങ്കര കുറവാണ്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ കൂടി നമ്മൾ നോർമലി കാണുന്ന കടലിനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കടൽ. ഒരു ബീച്ച് വെക്കേഷൻ എന്നുള്ളതിനൊക്കെ ഉപരി നമുക്കൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ബീച്ച് വെക്കേഷൻസൊക്കെയാണ് കൂടുതലും ഇവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലാക്സിങ് ബീച്ച് വെക്കേഷനൊക്കെ ന്യൂസിലാൻഡിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ വന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഏകദേശം ഒരു 3 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം അത്രയും നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചു പോയി നമുക്ക് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. നമ്മളിനി തിരിച്ചു പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും ഇനി കയറ്റൊക്കെ കയറട്ടെ. ഇപ്പം ഇറങ്ങിയ കയറ്റൊക്കെ എന്തായാലും ഇനി കയറണം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അമ്മേ ഞാനിങ്ങനെ വരുമ്പോ വീഴേണ്ടതായിരുന്നു. മറ്റേ ഈ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിന് ചവിട്ടിയിട്ട് ഞാൻ ഈ കാലി ഇങ്ങനെ വെച്ചു. അപ്പൊ ഈ അത് ഇതായിപ്പോയി. അത് വരുന്ന ഈ വ്ളോഗിൽ വീഴുന്നത് കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമുണ്ടായില്ല പോയിരുന്നില്ലേ. എടുത്തോണ്ടിരുന്നാ മതി. അപ്പൊ അവന്റെ ശരിക്കുള്ള സുഖം കാണാം.
പറയാനില്ല. അങ്ങനെ നമ്മളിത് തിരിച്ചെത്തി, എല്ലാവരും കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി. പിന്നെ ഇത് ലഞ്ചിലോട്ട് കിടന്നു. നമ്മുടെ ലഞ്ചൊക്കെ ഓൾറെഡി സെറ്റാണ്. ഇത് ഇവരെല്ലാം കൂടി ലഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബീഫ് കറി ആൻഡ് ഫ്രൈഡ് റൈസ് ആണ്. കാരണം നമ്മൾ വിചാരിച്ചു സിമ്പിളായിട്ട് വെക്കാം, എന്തായാലും എല്ലാവരും കൂടിയിട്ട് കൂടുന്നതല്ലേ, അധികം നേരം നമുക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് സമയം കളയണ്ടെന്ന് ഓർത്തിട്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. കാരണം ഇവിടെ വന്ന് പിന്നെ ഇനി ഉണ്ടാക്കാൻ നിൽക്കാനൊക്കെ നമുക്ക് ടൈമില്ല. ഗ്രേവി വേണം എനിക്ക്, ഗ്രേവി. എന്താ അല്ല അത് മതി. ഹലോ ഗായ്സ്, നിങ്ങളുടെ അൺഫിൽറ്റേർഡ് വിത്ത് നീരു ഇവിടെ വെറുതെ പൊതച്ചു മൂടി കിടക്കാണ്. അവിടെ പുറത്ത് നല്ല വ്യൂ ഉള്ളപ്പോ അതൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് കാണിക്കാണ്ടേ. എന്ത് ബ്ലോഗറാണ്? ഏയ് എണീക്കോ. ഇതാണ് ശരിക്കും അൺഫിൽറ്റേർഡ് വിത്ത് നീരു. അൺഫിൽറ്റേർഡ് വിത്ത് നീരു ദേ കിടക്കണു. സത്യം പറയാലോ, കഴിച്ചതും കിടന്നതൊന്നും ഒരു ഓർമ്മയില്ല. നമ്മൾ നേരെ ലഞ്ചൊക്കെ കഴിച്ചു, എല്ലാവരും പല വഴിക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ എന്തോ കിടന്നുള്ളൂ. ജസ്റ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും 5:30 എന്തോ ആയി. നേരെ പോയിട്ടൊരു കാപ്പി ഇട്ടു. എല്ലാവരും ഇതേ കാപ്പിയും കുടിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അത്രയും ടയേർഡായി നമ്മൾ ആ വെയിലൊക്കെ കൊണ്ടിട്ട്. കൂറ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നല്ലേ? കൂറ സ്കൂൾ, കുഴ അങ്ങനെ പറയണം. കുഴ. അപ്പൊ നമ്മൾ ഇന്നിവിടെ എവിടെയാട്ടി വന്നിരിക്കുന്നത്? സനനാക്കിയല്ല, നമ്മള് ലോങ്സ്റ്റ് ഫുഡ് ബ്രിഡ്ജ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. കണ്ണെന്റെ കൊച്ചു പറ. അവളെ ഒരു മൗര്യ ചെക്കൻ പ്രപ്പോസ് ചെയ്തു. പറടാ കൊച്ചു പറ, നമ്മൾ എവിടെയാ നിക്കുന്നത്? Longest foot bridge in the southern hemisphere. ഗുഡ് ഗേൾ. പിള്ളേരാ ഊഞ്ഞാലെത്തിയല്ലോ. ഞങ്ങൾ അവിടെ വന്നിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്റ്റേയുടെ തൊട്ടടുത്താണ്. പിന്നെ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ടീച്ചറുണ്ട്. ഇവിടുത്തെ സ്കൂളുകളെ നമ്മൾ കൂറ എന്നാണ് പറയാ, മൗരി ലാംഗ്വേജില്. കൂറ. ഞാൻ ആദ്യം കൂറ എന്നാ വായിച്ചായിരുന്നു. ഞാനേ എന്നീ കൂറാന്ന് എഴുതി വെച്ചിക്കണേന്ന് ഇങ്ങനെ. അപ്പൊ നമ്മള് ഇത് ഇവിടെ ഒരു ഒരു സ്കൂളുണ്ട്. കൂറല്ല, ഒരു സ്കൂളുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത പിള്ളേര് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിനി ബ്രിഡ്ജിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല അടിപൊളി വഴിയൊക്കെ ഉണ്ട്, നല്ല രസമുള്ള വഴി. ഹർഷ ഇങ്ങനെ മന്ദം നടക്കുന്നുണ്ട്. അതെനിക്കറിയില്ല ആ വഴി ഏതാണ്. ഓ, ഈ വഴി കൂടെ പോണം. രണ്ട് കൊച്ചുങ്ങൾ നടക്കും. ഞാൻ മറ്റേ ടീച്ചർ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോണ പോലെ ഉണ്ട്. ഓ, വിവരമില്ലാത്ത ടീച്ചറെ വാതി, വിവരമില്ലാത്ത 2 പിള്ളേര് പോണു. എന്തായിരുന്നത്? നിക്കടാ അവിടെ. എവിടെ ഡിനോസർ കുഞ്ഞ്? അപ്പൊ ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ഫുഡ് ബ്രിഡ്ജ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് എന്താ, കടലാണോ റിവറാണോ എന്താന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് 395 മീറ്റേഴ്സ് അല്ലേ? 395 മീറ്റേഴ്സ് ലോങ് ആണ് ഈ ഒരു ബ്രിഡ്ജ്. കേട്ടോ, കുറേ ആൾക്കാർ, അതൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ അവിടെ കുറേ പിള്ളേർ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് ഒരു അർജുൻ ചേട്ടൻ ഫോട്ടോ എടുക്കുന്നു. ജിതിനിവിടെ നിൽക്കുന്നുണ്ട്. ഞാനും ആ ഫുഡ് ബ്രിഡ്ജിൽ കൂടെ നടന്നു നോക്കട്ടെ. ടി അറോ എന്നാണ് ഇതിൻ്റെ പേര്.
തേ അറാറോ ടീ അല്ല തേ. ഇവിടെ സ്പെല്ലിങ് TE എന്നാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുക TE-ന് തേ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുട് ബ്രിഡ്ജ്, ദ ലോങ്സ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഇതെന്താ റിവർ ആണോ അതോ കടലാണോ? ഇത് കടലാ റിവറോ? ഓ ലേക്ക്. ഏത് ലേക്കാന്ന് എനിക്കറിയില്ല. കാലായി തോന്നിട്ടുണ്ടാക്കിയിട്ട് മരം വെച്ചിട്ടുണ്ടാക്കിക്കുന്നത്. കുറച്ചധികം പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട്. നടക്കുമ്പോൾ ചെറിയൊരു ആട്ടൊക്കെ ഉണ്ട്. ആട്ടം അങ്ങനെയല്ല, എന്നാലും എന്തോ ഒരു ഇതൊക്കെ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഇരുമ്പിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് പോലും നിൽക്കുന്നില്ല. ഇതൊക്കെ എത്ര കാലമായിട്ടുണ്ടാവേണ്ടത് ഇതൊക്കെ. ഓ പിള്ളേരിത് ഇവിടെ വന്ന് ചൂണ്ടിടുന്നു. കൊള്ളാലോ. ഓ ഇവിടെ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കണം രണ്ട് മഹാന്മാരവിടെ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നടക്കാം. എനിക്ക് പക്ഷേ ഈ പിള്ളേരുടെ ഇടയിൽ കൂടെ നടക്കാൻ പേടിയാണ്. അതുകൊണ്ട് ജിതിനും അർജുൻ ചേട്ടനും വന്നിട്ട് നമുക്ക് നടക്കാം. നല്ല കാറ്റും. ഇതൊക്കെ എത്ര പഴയ ബ്രിഡ്ജാ തോന്നണോ അല്ലേ? ഇതോ ഈ മരമൊക്കെ എന്നിട്ട് അങ്ങനെ നിൽക്കുകയാണോ ഇത്ര കാലം? ഓ അതിനുകൊണ്ട് ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കി. അപ്പൊ ഇത് സൗത്ത് അത് നോർത്തും ആണോ? ഓക്കെ സൗത്ത് നോർത്ത് ഐലൻഡില് സദേൺ പാർട്ട്. പിന്നെ ഓക്കെ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു വാട്ടർ കൊള്ളാം. നല്ലൊരു ആവിഷ്കാരം അല്ലേ? പക്ഷെ ഇത് ഇത്രയും കാലം ഈ വുഡിന്റെ സാധനം നിന്നത് തന്നെ ഭയങ്കര അടിപൊളി. ഓ നല്ല രസമല്ലേ കാണാൻ. സൺസെറ്റ് ആവാറായേ. ഇത് ഈസ്റ്റ് സൈഡിലാണ് നമ്മൾ ഇത്തവണ. അപ്പം നമുക്കങ്ങനെ സൺസെറ്റ് ആവുന്നത് കാണാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ അതിൻ്റെ ഒരു ഭംഗി കാണാം. നമുക്ക് ശരിക്കും രാവിലെ സൺറൈസ് നന്നായി കാണാൻ പറ്റും. ഇതാണ് നമ്മൾ വന്ന വഴി. ഇങ്ങനെ ലീനൊന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ പട്ടികളുണ്ട്. അല്ല നീയേ മറ്റേ പ്ലേ ഗ്രൗണ്ട് ടീച്ചറാണോ? ഞങ്ങളിത് തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. ഇനി ഹർഷ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹർഷ നയിക്കുന്ന പെരുവഴിയിൽ കൂടിയാണ് ഞങ്ങളുടെ സഞ്ചാരം. അതിന് ഓടിയൊക്കെ വന്നിട്ട് പറയണു. ഹർഷ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു കാട്ടിൽ കൂടെ എങ്ങോട്ട് ഇവള് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഇവളാണ് ഉത്തരവാദി. ഞാനിത് ഇപ്പോഴേ പറയണത്. ഇത് ഈ കാട്ടിക്കൂടി ഇവൾ എങ്ങോട്ടോ കൊണ്ടുപോകണ്ട്. നോക്കട്ടെ ഞങ്ങൾ എന്താ ഉണ്ടാവണേന്ന്. ഇവിടുന്ന് അങ്ങ് താഴെ പോയ നേരെ കടലിലെത്തിക്കോളും നമ്മള്. കാണാൻ കൊള്ളാം. പക്ഷെ ഓ കൊള്ളാം. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വഴിയിലെ പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. ഓ ഇത് കൊള്ളാലോ. ആ ഇവിടെ സൺറൈസ് അടിപൊളിയായിരിക്കേ. നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ രാവിലെ വരാം.
ഇവളന്മാരിന്ന് രാവിലെ ഉണ്ട് പോയി. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അഡ്വഞ്ചറസ് യാത്രയൊക്കെ കഴിഞ്ഞത് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. കാരണം ഓൾമോസ്റ്റ് ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടേ സൺസെറ്റ് ഉണ്ടാവുള്ളൂ. ബോയ്സൊക്കെ വീണ്ടും കടലിൽ പോയിട്ട് അവിടെ പോയി കളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ കുറച്ച് നേരം ഒക്കെ ഇരുന്നു. അതിനുശേഷം ഇത് ഇവിടെ നമ്മുടെ അടുത്ത ഡിന്നറിനുള്ള കുക്കിംഗ് തുടങ്ങി. നമ്മൾ ജസ്റ്റ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷൻ ഇന്നത്തോടെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്നതേ തിരിച്ചു പോവുകയാണ്. നല്ലൊരു അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു ഇത്തവണത്തെ. എല്ലാവർക്കും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്താനം പറയാനും തമാശ പറയാനും കളിക്കാനും കുറേയധികം നമുക്ക് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അതുകൊണ്ട് തന്നെ ഈ പിള്ളേരും നമ്മളായിട്ട് ഒന്നുകൂടെ നമ്മൾ കമ്പനി ആവാനും, കാരണം പിള്ളേർ എപ്പോഴും നമ്മുടെ കൂടെ വരുമ്പോഴൊക്കെ പിള്ളേർ അവരുടെ ഒരു ലോകത്താണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ അവർക്ക് നമ്മളുടെ കൂടെ കുറച്ച് നേരം കളിക്കാനും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടിയതുകൊണ്ട് അവരും നമ്മളായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. കമ്പനി കൂടി ഭയങ്കര സ്നേഹമായിട്ട് എല്ലാം കൂടി മേത്ത് കെട്ടിമറിഞ്ഞ് വീഴുമായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത പോലെയുണ്ട്. കാരണം അത്രയും ഹാപ്പിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ. എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.